നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ വരുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ ബ്രോ എനിക്ക് ലാപ്ടോപ്പ് മേടിക്കണം, ഇതാണ് എൻ്റെ പർപ്പസ്, ഒരു ലാപ്ടോപ്പ് സജസ്റ്റ് ചെയ്യാവോ, ഈ ബഡ്ജറ്റിൻ്റെ അകത്ത് ഈ ഒരു ലാപ്ടോപ്പ് സജസ്റ്റ് ചെയ്യാവോ. കാരണം നമ്മുടെ ചാനലിലാണ് എനിക്ക് തോന്നുന്നു ലാപ്ടോപ്പുകളെ കുറിച്ചിട്ട്, അതായത് ഇത്ര ബഡ്ജറ്റിൻ്റെ അകത്ത് എത്ര ലാപ്ടോപ്പ് മേടിക്കണം, ഏതൊക്കെ ലാപ്ടോപ്പാണ് ബെസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 1 ലാഖിൻ്റെ അകത്ത് വരുന്ന ബെസ്റ്റ് ആയിട്ടുള്ള, ഞാൻ പേഴ്സണലി എൻ്റെ ചോയ്സാണ്, നിങ്ങൾ ഇതിനകത്ത് വേറൊരു കാര്യം നോക്കേണ്ട, ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്ന കുറച്ച് ലാപ്ടോപ്പുകളാണ് പറഞ്ഞിരുന്നത്. ഈ വീഡിയോക്കകത്ത് ഞാൻ പറയാൻ പോകുന്ന എല്ലാ ലാപ്ടോപ്പുകളും ജനറലി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പർപ്പസും മീറ്റ് ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ എഡിറ്റിംഗ് ആവട്ടെ, ഗെയിമിംഗ് ആവട്ടെ, പ്രൊഡക്ടിവിറ്റി ആവട്ടെ, എല്ലാ പർപ്പസും മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ളതാണ് ഞാൻ പിക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ലാപ്ടോപ്പ് നോക്കാം. ആദ്യത്തെ നമ്മുടെ ലാപ്ടോപ്പ് എന്ന് പറയുന്നത് ലെനോവോയുടെ LOQ 2024. ഇതൊരു AMD Ryzen 7 7435HS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊസസ്സറാണ് വരുന്നത്. Ryzen 7 ആണ് പ്രൊസസ്സർ, അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോമൻസ് നമുക്കുണ്ടാവും. ആൻഡ് ജനറലി റൈസൺ പ്രൊസസ്സേഴ്സ് നിങ്ങളിപ്പോൾ 3D അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ആർക്കിടെക്ട് ആണെന്നുണ്ടെങ്കിൽ 3ds Max, ഓട്ടോഡെസ്ക് മായ ഇതേപോലുള്ള സാധനങ്ങളും ഓട്ടോ ക്യാഡൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ചോയ്സ് ആയിരിക്കും. നമ്മുടെ ഗ്രാഫിക് കാർഡ് വന്നിട്ട് RTX 4060 8GB ആണ് വരുന്നത്, 24GB RAM ആണ് വരുന്നത്, 512GB SSD, അതുപോലെ തന്നെ 15.6 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേയും വിൻഡോസ് 11 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ 100% sRGB ഡിസ്പ്ലേയും കൂടിയാണ്. ഈ 100% sRGB ഡിസ്പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കളർ ഗ്രേഡിങ് എഡിറ്റൊക്കെ ചെയ്യുന്നവർക്ക് ബെസ്റ്റ് ആയിരിക്കും. പിന്നെ ലെനോവയുടെ വീഡിയോ പറ്റിയിട്ട് ചെയ്ത സമയത്ത് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ലെനോവോ AI Engine Plus എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ലെനോവയുടെ ഈ സോഫ്റ്റ്വെയർസ് ഭയങ്കരമായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓവർക്ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസസ്സർ, അതുപോലെ തന്നെ 144 Hz ആണ് ഇതിൻ്റെ റിഫ്രഷ് റേറ്റും വരുന്നത്. പിന്നെ ലുക്കിൻ്റെ കാര്യത്തിൽ ടിപ്പിക്കൽ ലെനോവോ LOQ ലുക്ക് തന്നെയാണ്. ലൈക്ക് ഇപ്പോൾ ഡിസൈനൊക്കെ നിങ്ങൾ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യൂല. കാരണം എനിക്ക് പേഴ്സണലി ലെനോവയുടെ LOQ ഡിസൈൻസ് തീരെ താല്പര്യമുള്ളതല്ല. അടുത്തത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രാൻഡ് ആൻഡ് എൻ്റെ പേഴ്സണൽ പ്രിഫറൻസ് വെച്ച് നോക്കുന്ന സമയത്ത് ലുക്ക് വൈസ് വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് ഞാൻ പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്ലീക്കാണ്, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പ്. HP വിക്ടേഴ്സ്. ഇതിൻ്റെ എല്ലാ മോഡൽ നമ്പറും ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. Intel Core 13th ജനറേഷൻ Intel Core i7 പ്രൊസസ്സറാണ് വരുന്നത്. 13620H എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊസസ്സറാണ്. 6GB NVIDIA RTX 4050 ആണ് ഇതിനകത്ത് വരുന്ന ഗ്രാഫിക് കാർഡ്. 16GB DDR6 RAM ആണ് വരുന്നത്. 1TB SSD, 15.6 ഒരു ഡിസ്പ്ലേ, IPS ഡിസ്പ്ലേ ആണത്. 144 Hz ആണ് റിഫ്രഷ് റേറ്റ് വരുന്നത്. ഫ്ലിക്കർ ഫ്രീ ഗെയിമിംഗ് ലാപ്ടോപ്പും എൻഹാൻസ്ഡ് കൂളിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ HP കുറച്ച് അതായത് എഫിഷ്യൻസി HP കാണിക്കുന്ന കുറച്ച് ഫീച്ചേഴ്സാണ്. ഇതിനകത്ത് വരുന്ന പോർട്ടുകളെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ പോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു USB Type-C, 2 USB Type-A, ഒരു HDMI 2.1, അതുപോലെ തന്നെ ഒരു RJ45 അതായത് ഇഥർനെറ്റ് പോർട്ടും കൂടി ഈ ഒരു ലാപ്ടോപ്പിൽ വരുന്നുണ്ട്. യൂഷ്വലി ഇഥർനെറ്റ് പോർട്ടൊക്കെ ഇപ്പോൾ ലാപ്ടോപ്പിൽ വരാമെന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്, ബട്ട് ഇഥർനെറ്റ് പോർട്ട് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ അകത്ത് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ലാപ്ടോപ്പ് മേടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് Xbox ഗെയിം പാസ് കിട്ടും എന്നുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഗെയിമുകളൊക്കെ ഇത് കളിക്കാൻ പറ്റും. പിന്നെ ഞാൻ എന്തുകൊണ്ട് ഇത് പ്രിഫർ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തത് ഇത് ഭയങ്കര സ്ലീക്ക് ആയിട്ടുള്ളതാണ്. ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. ഇതിനകത്ത് HP എൻഹാൻസ്ഡ് കൂളിംഗ് എന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ കൂളിംഗ് കിട്ടുന്ന ഒരു പരിപാടി കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ഓവറോൾ നോക്കുന്ന സമയത്ത് ഒരു ലാപ്ടോപ്പിൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ലാപ്ടോപ്പ് ചൂടാവും എന്നുള്ളതാണ്. ആ ഒരു സാധനം ഇതിൻ്റെ അകത്ത് നമുക്ക് കുറഞ്ഞു കിട്ടും. ഓക്കെ, മൂന്നാമത് ഞാൻ പിക്ക് ചെയ്ത ലാപ്ടോപ്പ് എന്ന് പറയുന്നത് MSI Cyborg 15AI എന്ന് പറഞ്ഞിട്ടുള്ള ലാപ്ടോപ്പാണ്. അതിനോ ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ലാപ്ടോപ്പിൻ്റെ അകത്തും AI എന്ന് പറഞ്ഞിട്ട് 40 പറയുന്നുണ്ടായിരിക്കും. യെസ്, ആ AI വെച്ചിട്ടുള്ളതാണ്. Intel Core Ultra 7 155H എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊസസ്സറാണ് വരുന്നത്. Intel Core Ultra 7 പ്രൊസസ്സർ എന്ന് പറയുന്നത് ഈ i7 അങ്ങനെയല്ല. ഈ Ultra 7 എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ലാപ്ടോപ്പ് അല്ലെങ്കിൽ മൊബൈൽ പ്രൊസസ്സർ സെഗ്മെൻ്റ് ആണ്. ആൻഡ് ഒരു ഡെഡിക്കേറ്റഡ് AI ചിപ്പും കൂടി വരുന്ന പ്രൊസസ്സേഴ്സാണ്. 16GB RAM ആണ് വരുന്നത്. 1TB NVMe SSD വരുന്നുണ്ട്. Windows 11 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ്. ആൻഡ് 8GB RTX 4060 ആണ് ഇതിനകത്ത് വരുന്ന ഗ്രാഫിക് കാർഡ്. നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി അതുപോലെ തന്നെ നിങ്ങളുടെ മൊത്തത്തിലുള്ള വർക്ക് ഫ്ലോ ഒക്കെ എൻഹാൻസ് ചെയ്യണം, കുറച്ച് AI ഫീച്ചേഴ്സ് നിങ്ങളുടെ വർക്കിലും നിങ്ങളുടെ ഗെയിമിങ്ങിലൊക്കെ നിങ്ങൾക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് ഈ ഒരു ലാപ്ടോപ്പ് ചൂസ് ചെയ്യാവുന്നതാണ്. 144 ഹെഡ്സ് ആണ് ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഒരു IPS ഡിസ്പ്ലേ ആണ്. ആൻഡ് ഏറ്റവും നെക്സ്റ്റ് ജനറേഷൻ കൂളിംഗ് സിസ്റ്റവും ഇതിനകത്ത് വരുന്നുണ്ട്. എല്ലാ ലാപ്ടോപ്പും ഇതിനകത്ത് പറയുന്ന എല്ലാ ലാപ്ടോപ്പിൻ്റെ അകത്തും എൻഹാൻസ്ഡ് കൂളിംഗ്, നെക്സ്റ്റ് ജനറേഷൻ കൂളിംഗ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ലാപ്ടോപ്പിന് വളരെ കൂളായിട്ടുള്ള എൻവയോൺമെൻറ്റിൽ ഉപയോഗിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഒരു വെയിലത്തോ അല്ലെങ്കിൽ ഭയങ്കര ചൂടുള്ള ഒരു റൂമിൽ പോയിരുന്ന് ഒരു ലാപ്ടോപ്പിൻ്റെ അകത്ത് ഗെയിം കളിച്ച് കഴിഞ്ഞാൽ അന്റാർട്ടിക്കയിലാണ് ആ ലാപ്ടോപ്പ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, ചൂടാവും. അതൊരു മെഷീനാണ്. സോ യൂസ് ഇറ്റ് വൈസ്ലി. അടുത്തത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലാപ്ടോപ്പ് ASUS TUF. ASUS TUFിൻ്റെ F16 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലാപ്ടോപ്പാണിത്. Intel Core 5 210H എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊസസ്സറാണ് ഇതിനകത്ത് വരുന്നത്. RTX 3050A എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൊബൈൽ സെഗ്മെൻറ്റിൽ വരുന്ന, അതായത് ലാപ്ടോപ്പുകളിൽ വരുന്ന ഗ്രാഫിക് കാർഡാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. 65 വാട്ട്സിൻ്റെ ഒരു ഡൈനാമിക് ബൂസ്റ്റ് ചാർജർ ഇതിനകത്ത് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് നിങ്ങളുടെ ലാപ്ടോപ്പ് ഭയങ്കര ഫാസ്റ്റായിട്ട് ചാർജ് ആവും. 512 GB SSD, 16 GB DDR4 RAM ആണ് ഇതിനകത്ത് വരുന്നത്. DDR5 റാമിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സംസാരിക്കുമ്പോൾ ഈ ഒരു ലാപ്ടോപ്പ് കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം, കുറച്ച് സ്പെക്ക് കുറവാണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. പക്ഷേ ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ കാര്യം, എൻ്റെ ഫ്രണ്ട് പേഴ്സണലി ഉപയോഗിക്കുന്നുണ്ട്, ഇതിൻ്റെ ഹീറ്റ് മാനേജ്മെൻറ്റ്. ഇതിനകത്ത് 4 എക്സോസ്റ്റ് വെൻറ്റും അതുപോലെ തന്നെ 5 ഹീറ്റ് പൈപ്പ്സും ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് ഇതിനകത്ത് ഹീറ്റ് മാനേജ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലാപ്ടോപ്പ്, ഈ ചൂട് ആവുന്ന ലാപ്ടോപ്പിൽ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ ഗെയിം കളിക്കാൻ ഇഷ്ടമല്ലാത്തവർക്കും കുറച്ച്, ഇപ്പോൾ നിങ്ങൾ ചൂടൊരു പ്രശ്നമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പിക്ക് ചെയ്യാവുന്ന ഒരു ലാപ്ടോപ്പാണ്. അത് മാത്രമല്ല ഇതിനകത്ത് ഷോക്ക് റെസിസ്റ്റൻ്റ് ആണ്. ലോ ടെമ്പറേച്ചറിലും ഹൈ ടെമ്പറേച്ചറിലും ഹൈ ഓൾട്ടിറ്റ്യൂഡിലും നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്യും. ആൻഡ് ഈ ഒരു ലാപ്ടോപ്പ് ഞാൻ പറയും പ്രൈസ് വെച്ച് നോക്കുന്ന സമയത്ത് വെർത്തായിട്ടുള്ള സാധനമാണ്. നമ്മുടെ ലിസ്റ്റിലുള്ള ഫൈനൽ ലാപ്ടോപ്പ് എന്ന് പറയുന്നത് HP Omen ആണ്. ഇതിനകത്ത് വരുന്ന പ്രൊസസ്സർ എന്ന് പറയുന്നത് i5 13 Gen ആണ്. 6 GB VRAM ഉള്ള RTX 4050 ആണ് ഇതിനകത്തുള്ള ഗ്രാഫിക് കാർഡ്. 16 GB DDR5 RAM ആണ് വരുന്നത്. 512 GB SSD ആണ്. 144 Hz ആണ് റിഫ്രഷ് റേറ്റ്. IPS ആണ് ഡിസ്പ്ലേ. അതുപോലെ തന്നെ 16.1 ഇഞ്ചാണ് ഇതിൻ്റെ സ്ക്രീൻ സൈസ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ എല്ലാ ലാപ്ടോപ്പും 15.2, 15.6, 15.5 ഒക്കെയാണ്. ഇത് കുറച്ചുകൂടി വലിയ സ്ക്രീനാണ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു RGB കീബോർഡ് കിട്ടുന്നുണ്ട്. 1080p വെബ് ക്യാമും കിട്ടുന്നുണ്ട്. ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ഒരു ഇൻസൈറ്റ് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഉപയോഗിക്കുന്ന സമയത്ത് എത്രയൊക്കെ ചൂടായി കഴിഞ്ഞാലും ആ ചൂട് കാറ്റ് നമ്മുടെ കൈകളിലോട്ടോ സൈഡിലോട്ടോ വരാതെ കറക്റ്റായിട്ട് അത് പുറത്തേക്ക് ബാക്കിലത്തെ വെൻറ്റിലൂടെ പുറത്തേക്ക് പോകുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം. ഈ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുള്ള എല്ലാ ലാപ്ടോപ്പിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഈ ഒരു ലാപ്ടോപ്പിനെ പറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ ഹാൻഡ് പിക്ഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ട് എനിക്ക് വെർത്താണെന്ന് തോന്നിയിട്ടുള്ളതാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നിങ്ങൾക്ക് എക്സ്ട്രാ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനിയും നല്ല ടെക്നോളജി വീഡിയോസ് ആയിട്ട് കണ്ടുമുട്ടുന്നതായിരിക്കും. ബൈ.